ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ യുണൈറ്റഡ് 47. ഇത് കുറച്ച് നാളായിട്ടൊരു വീഡിയോ ഒന്നും ഇല്ല. വീഡിയോൻ്റെ കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ ബിഡ് വെക്കുന്നു, റിജക്ട് ചെയ്യുന്നു, ബിഡ് വെക്കുന്നു. പിന്നെ 2 പ്ലേയേഴ്സിന് നമ്മൾ സൈൻ ചെയ്തു. ഉന്നയുടെ സൈനിങ് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഹിയർ വി ഗോ ആയിരുന്നു എനിക്കൊന്ന് ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എംബോമോനെ നമ്മൾ സൈൻ ചെയ്തു. പിന്നെ റാഷ്ഫോർഡിനെ നമ്മൾ എന്നായിരുന്നു റാഷ്ഫോർഡിനെ നമ്മൾ ആക്ച്വലി സെല്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സെല്ലല്ല, ഓൺ ലോൺ വിത്ത് അതിനകത്ത് ആകെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഇഫ് ദേ ആർ നോട്ട് ബൈയിങ് ഹിം ആഫ്റ്റർ ദ ലോൺ പീരീഡ്, വി ആർ ഗോയിങ് ടു ഗെറ്റ് 5 million ആസ് എ കോമ്പൻസേഷൻ. അത് മാത്രമാണ് നമുക്ക് ആകെ അതിനകത്തൊരു ഇല്ല. പിന്നെ നമ്മൾ പോലും അറിയാതെ നമുക്ക് കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ പോലും അറിയാതെ നമുക്ക് കുറച്ച് ട്രാൻസ്ഫർ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് അൽവാരോ കാരസിനെ റയൽ മാഡ്രിഡ് സൈൻ ചെയ്തതിൻ്റെ ഭാഗമായി കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. പിന്നെ എലങ്കനെ എനിക്ക് ന്യൂക്കാസിലാണ് സൈൻ ചെയ്തത്, അതിൻ്റെ ഫലമായിട്ട് കുറച്ച് എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. പുള്ളിനെ ആക്ച്വലി സൈൻ ചെയ്തപ്പോൾ അങ്ങനെയും നമുക്ക് കുറച്ച് എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ട്രാൻസ്ഫർ അല്ലാതെ നമുക്ക് ഔട്ട് ഗോയിങ്സ് ഭയങ്കര കുറവാണ്. ഔട്ട് ഗോയിങ്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതുവരെ ഇങ്ങനെ ഇതും കൊണ്ടിരിക്കുന്ന കളിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു പ്ലെയറിനെ ഇപ്പം എംബോമോനെ സൈൻ ചെയ്യാൻ വേണ്ടി ലേറ്റാക്കി, ഇപ്പം എംബോമോ ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ സൈൻ ചെയ്യാൻ വേണ്ടി ലേറ്റാക്കി കൊണ്ടുപോയി അവസാനം എംബോമോയ്ക്ക് തന്നെ അറിയത്തില്ല കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഇവർ ഈ നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പ്രൈസ് താഴോട്ട് കൊണ്ടുവരണം. ഇത് ഒരു 1.5 മാസം 2 മാസം ഈ എംബോമോട് പുറകെ നടന്നിട്ട് അവസാനം അവർ പറയുന്ന തന്നെ ടേംസ് നമ്മൾ അഗ്രി ചെയ്ത് നമ്മൾ സൈൻ ചെയ്യാം. ഇപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഇത്ര സമയം കളയുന്നത്? ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ കിട്ടുന്ന റിപ്പോർട്ട് വെച്ചിട്ട് എംബോമേനെ കൂടെ സൈൻ ചെയ്ത സ്ഥിതിക്ക് ഇപ്പോൾ ഇനി നമ്മുടെ ഇത് എന്നാ പറയുന്നത്, നമ്മുടെ അടുത്ത ടാർഗറ്റ്സ് എന്ന് പറയുന്ന ഒരു ഡിഫൻഡീവ് മിഡ്ഫീൽഡറാണ്. പിന്നെ ഇൻറ്റർമീഡിയറ്റ് മിഡ്ഫീൽഡർ, സ്ട്രൈക്കർ, ഒരു ഗോൾ കീപ്പറാണ്. ഒനാനെ ഇഞ്ചേർഡ് ആണെന്ന് ഞാൻ അറിയുന്നത്. പിന്നെ ഇനിയിപ്പം റീപ്ലേസ്മെൻറ്റ് ഗോൾ കീപ്പർ ആരാണ് വരുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷെ നമുക്കിപ്പോൾ പ്രീ സീസൺ തുടങ്ങാറായി. ഇപ്പം സാൻചോ, ആൻ്റണി എല്ലാം, ഗർനാച്ചോ എല്ലാം ട്രാൻസ്ഫർ ലിസ്റ്റിലാണ്. പുള്ളി ഇനി അവരെ കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ മേല. റാസ്മുസിനെ സെല്ല് ചെയ്യണമെന്ന് പറയുന്നു, അതറിയത്തില്ല. ഇപ്പോൾ സെസ്കോയാണ് ഇപ്പം എമർജിങ് ആയിട്ട് വരുന്ന ഫോർവേഡ്. സെസ്കോ ഈസ് എ ഗുഡ് പ്ലെയർ. ഗൊറസ്കോ എന്തായാലും ആർസനലിലോട്ട് പോയി. അവൻ വേജ് കട്ട് എടുത്തിട്ട് ആർസനലിലോട്ട് പോയി. അതാണ് ഏറ്റവും വലിയത്. ലാസ്റ്റ് മിനിറ്റ് യുണൈറ്റഡ് ബിഡ് വെക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും യുണൈറ്റഡ് ബിഡ് വെച്ചുമില്ല. ഗൊറസ്കോയ്ക്ക് എന്തായാലും ഇത് യുണൈറ്റഡ് വേണ്ടെന്നും പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ ഹൈജാക്ക് ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി എ വെരി അടിപൊളി സാധനമായിരുന്നു. പക്ഷെ നമുക്ക് ഹൈജാക്ക് ചെയ്യാനുള്ളൊരു ഗ്യാപ്പോ അതിനുള്ള സാമ്പത്തികം നമുക്ക് കിട്ടുന്നില്ല എന്നതാണ്. അപ്പം റാഷ്ഫോർഡിൻ്റെ ആകെയുള്ള പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ റാഷ്ഫോർഡിൻ്റെ വേജസ് ഫുള്ള് ബാഴ്സലോണ എന്തായാലും ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു റാഷ്ഫോർഡ് ബാഴ്സലോണയിൽ ആക്ച്വലി ഇറ്റ് വിൽ ബി എ ഗുഡ് സൈനിങ് ഫോർ ദം, ഐ തിങ്ക്. കാരണം റാഷ്ഫോർഡിൻ്റെ ആ ഒരു സ്പീഡും പേസും ബാഴ്സലോണ കൗണ്ടർ അറ്റാക്കിങ്ങിൽ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുമായിരിക്കും. എനിക്ക് അറിയത്തില്ല, ലൈക്ക് ലെറ്റ്സ് ഹോപ്പ് നന്നായിട്ട് പെർഫോം ചെയ്യട്ടോ. അടുത്ത സീസൺ ഇപ്പം നമുക്ക് നല്ലൊരു പ്രൈസിൽ സെല്ല് ചെയ്യാൻ പറ്റുമെന്ന്. എനിക്കത് 30 ഒബ്ലിഗേഷൻ ദുബായിൽ കൊടുത്തിരിക്കുന്നത്, 30 മില്യനാണ്. അതിട്ട് ഇപ്പം നന്നായിട്ട് പെർഫോം ചെയ്ത് ഇനി അവരത് ക്ലോസ് ഇത് ചെയ്ത് കഴിഞ്ഞ് വരും. പിന്നെ സാൻജോയുടെ കാര്യമാണെങ്കിൽ സാൻജോയ്ക്ക് എവിടെ പോകണം സാൻജോയ്ക്ക് അറിയാൻ മേല. സാൻജോയ്ക്ക് ആക്ച്വലി 5 മില്യണോളം കോമ്പൻസേഷൻ നമ്മൾ കൊടുത്താലേ സാൻജോ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, സാൻജോനെ സംബന്ധിച്ചോളം ഇപ്പം കളിച്ചില്ലെങ്കിലും പൈസ കിട്ടും. ഈ സൈൻ ടീം അപ്പം പിന്നെ അതിനും വലിയ ഇതൊന്നുമില്ല. സാൻജോ കളിച്ചില്ലെങ്കിലും നമുക്ക് ഫണ്ട് കിട്ടാനുള്ള ഫണ്ട് കിട്ടിയിരിക്കും. അപ്പം ചെൽസിക്ക് എന്തായാലും വേണ്ട, അത് കാരണം തിരിച്ച് ചെൽസിയിൽ നിന്ന് ഒരു 5 മില്യൺ കോമ്പൻസേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം കളിച്ചില്ലെങ്കിലും സാൻജോ നമ്മുടെ അത്ര തന്നെ എന്ന രീതിയിലാണ്. മറ്റേ നമ്മൾ പറയത്തില്ലേ, ഇല്ല മുടിക്കാൻ ഒരുത്തം കാണുമെന്ന് പറയത്തില്ല, അങ്ങനെ ഒരുത്തൻ. ഇനിയിപ്പം അങ്ങനെ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ നമുക്ക് ആക്ച്വലി വേണ്ടത് ഗോൾസാണ്. ഇപ്പം കുനയും ഇവനും വന്ന സ്ഥിതി, എംബോമും വന്നു, അമന്തിയാരോ ഉണ്ട്, ബ്രൂണോ ഉണ്ട്. പിന്നെ സ്ട്രൈക്കേഴ്സ് സെസ്കോയും കൂടെ വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ടോപ്പ് 4 മേ ബി ഒരു തൊട്ടില്ല എന്ന് പറഞ്ഞ രീതി എനിക്ക് തോന്നുന്ന ഫിനിഷ് ചെയ്യുമെന്ന് തോന്നുന്നു. പക്ഷെ ഡിഫൻസ് ഓക്കെയാണ്. ഡിഫൻസ് എനിക്ക് ഒരു നല്ലൊരു ഡിഫൻഡറേയും കൂടെ കിട്ടിയ മഗ്വറിനുമായിട്ട് നല്ലൊരു ഡിഫൻഡറേയും കൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഡിഫൻസ് ആക്ച്വലി ഇപ്പോൾ പ്രിറ്റി എബോവ് ആവറേജ് രീതിയിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഫൈനൽ തേർഡിലോട്ട് വരുമ്പോൾ എങ്ങനെ കളിക്കുമെന്ന് എനിക്കറിയാൻ മേല. ഇപ്പം ലീഡ്സിനെതിരെയുള്ള ഫസ്റ്റ് ഫ്രണ്ട്ലി മാച്ചിലാണെങ്കിലും നമ്മൾ ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. അപ്പം സെക്കൻഡ് ഹാഫിലാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ചാൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം പിന്നെയുള്ള വാർത്ത എന്ന് പറയുന്നത് മെയിനുവിനെ എന്നായിരുന്നു നമ്മുടെ
ഇവന്മാരുണ്ടല്ലോ, മെനുവിനെ ടോട്ടൻഹാം വേണമെന്ന് പറഞ്ഞു, പക്ഷേ മെനു സ്റ്റിക്കിംഗ് ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് ടെല്ലിംഗ് ദാറ്റ് യുണൈറ്റഡ് ആണ് എൻ്റെ ക്ലബ്ബ്, എൻ്റെ ഫ്യൂച്ചർ യുണൈറ്റഡിലോട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ അവേഴ്സിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട്. നീ കരുതില്ല നീ ഇപ്പം ഇവരുടെയൊക്കെ കാര്യം പയ്യെ. പിന്നെ ടോട്ടൻഹാം പിന്നെ അറിയാമല്ലോ, ടോട്ടൻഹാമിൻ്റെ കാര്യം നമ്മൾ യുണൈറ്റഡിൻ്റെ ചാനൽ ഇത് പറയേണ്ട ആവശ്യമില്ല, അതൊന്നാമത്തെ കാര്യം. ടോട്ടൻഹാമിന് അടിക്കുന്നവർക്ക് അലർജി ആയതുകൊണ്ട് കപ്പടിച്ച മാനേജറിനെ പറ്റി തോമസ് ഫ്രാങ്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു മാനേജറായിരുന്നു. എനിക്ക് തോമസ് ഫ്രാങ്കിനെ യുണൈറ്റഡ് മാനേജർ ആകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ബ്രെഡ്ഫോണിൻ്റെ ഗെയിമും അവർ ആ ടീം പ്രീമിയർ ലീഗ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് തോമസ് ഫ്രാങ്ക് എന്ന മാനേജറിൻ്റെ ഏറ്റവും വലിയ വിജയം. അത് ഭയങ്കര അടിപൊളിയായിട്ടാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ ഓപ്പണിംഗ് ഫിക്സ്ചേഴ്സ് എല്ലാം ഭയങ്കര പാടാണ്. ഓപ്പണിംഗ് ഫിക്സ്ചേഴ്സിന് മുമ്പെങ്കിലും നമുക്ക് നമ്മുടെ പ്ലേയേഴ്സിനെ എല്ലാം കൊണ്ടുവന്ന നന്നായിരുന്നേനെ. ഇതിപ്പോൾ എന്താവുമെന്ന് അറിയത്തില്ല. ബേസിക്കലി ഇപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് നമുക്കും അറിയാൻ മേല, മാനേജറിനും അറിയാൻ മേലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. കാരണം മാനേജ്മെൻറ്റാണ് തീരുമാനം എടുക്കുന്നത്. മാനേജറിന് ഈ കാര്യങ്ങൾ പറയാനേ പറ്റത്തുള്ളൂ. ഇപ്പം ലെഫ്റ്റ് ബാക്കായിട്ട് ലിയോൺ എന്ന് പറഞ്ഞ ഒരു പ്ലെയറിനെ നമ്മൾ കഴിഞ്ഞ സീസൺ സൈൻ ചെയ്തതാണ്. ഈ സീസണിലാണ് പുള്ളി വന്നത്. പുള്ളിയുണ്ട്, ഡോഗും ഉണ്ട്. പിന്നെ ലൂക്ക് ഷോനെയൊക്കെ ഡോറ് തുറന്നു കൊടുത്ത് പോയിക്കോ എന്ന് പറയേണ്ട ഇത് അതിക്രമിച്ചു. പക്ഷെ എനിക്കറിയാൻ മേല. ഇപ്പം റൈറ്റ് വിങ് ചെയ്യാൻ നോക്കും മസ്റാവി, ലലോട്ട് റൈറ്റ് ബാക്ക് കളിക്കാറുണ്ട്. ഐ തിങ്ക് വിങ്സിൽ നമ്മളിപ്പോൾ ഓൾറെഡി എഫിഷ്യൻ്റ് എന്ന് പറയാൻ മേല, സഫീഷ്യൻറ്റ് പ്ലേയേഴ്സ് ആയിട്ടുണ്ട്. അവരെങ്ങനെ പെർഫോം ചെയ്യുന്നതനുസരിച്ച് നമുക്കിനി ഒരു DM വേണം. ഡിഫൻഡീവ് മിഡ്ഫീൽഡറിനെ എനിക്ക് തോന്നുന്നില്ല ഈ സീസൺ സൈൻ ചെയ്യുന്നത്. കാരണം മാനേജറിൻ്റെ പറയും കസമീരോ യുഗാട്ടയൊക്കെ ഉണ്ടല്ലോ, അവരെ കൊണ്ട് കളിപ്പിച്ചാൽ പോരെയെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ കസമീരോ പോകണം എനിക്ക് തോന്നിയിട്ട്. പിന്നെ അങ്ങനെ ആയിരിക്കും മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ എന്തായാലും ഒന്നെങ്കിൽ റോസ്മസിനെ ലൈക്ക് നമ്മുടെ പ്ലെയറിനെ സ്റ്റിക്ക് ചെയ്യുക. ഇപ്പം സെസ്കോ ആണെങ്കിൽ സെസ്കോ, നമുക്കിപ്പോൾ റാസ്മസുമായിട്ട് സ്റ്റിക്ക് ചെയ്യുവാണെങ്കിൽ റാസ്മസ്. ഇതിപ്പോൾ എന്താ അവസ്ഥയെന്ന് ആർക്കും അറിയാൻ മേലാത്തൊരവസ്ഥയാണ്. സെസ്കോയായിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെ ഒരു അവസ്ഥ. പിന്നെ റൈറ്റ് കളിക്കുമ്പം റൈറ്റ് അമന്തിയാലോ ഉണ്ട്, എംബോമോ ഇപ്പോൾ വന്നിട്ടുണ്ട്, ഫൈൻ. പിന്നെ ലെഫ്റ്റ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ പ്യുവർ ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ടൊന്നും ആരെയും കളിപ്പിക്കുന്നില്ല. കുഞ്ഞ ലെഫ്റ്റിലൂടെ കളിക്കുമായിരിക്കും, പിന്നെ അഹമ്മദിൻ്റെ ലെഫ്റ്റിലൂടെ കളിക്കുമായിരിക്കും. എനിക്കറിയാമല്ലേ, എനിക്കൊന്ന് അഹമ്മദിനെ ഇപ്പം ആസ് പെർ ദ സ്കോഡ് എനിക്ക് തോന്നുന്നു അഹമ്മദിനെ കുറച്ചുകൂടെ നമ്പർ 10 കളിപ്പിക്കും എന്ന് തോന്നുന്നു. നമ്പർ 10 കളിപ്പിച്ച് റൈറ്റായിട്ട് നമ്മുടെ ഇവനെ എംബോമോനെ ലെഫ്റ്റ് കുന്നേനെ കളിപ്പിക്കാനായിരിക്കും ചാൻസ്. ഇപ്പം ഇനിയും ഇത് വർക്ക് റേറ്റ് ഒക്കെ നോക്കി ഐ ഡോണ്ട് തിങ്ക് ഇത് നമുക്കൊരു പ്രീമിയർ ലീഗ് എന്തായാലും അടിക്കത്തില്ല. ഐ തിങ്ക് ഇത് ടോപ്പ് യൂറോപ്പ ലീഗിലോട്ട് കയറാനുള്ള ടീമുണ്ട്. യൂറോപ്പ ലീഗ് ക്വാളിഫിക്കേഷൻ, ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചെൽസിയൊക്കെ ഓടി നടന്നാണ് ബിസിനസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവർ സമ്മതിച്ചു, ഇനി ആദ്യം പ്ലെയർ സൈഡ് സമ്മതിക്കും, അത് കഴിഞ്ഞ് മാനേജർ, പിന്നെ ഈ സൈഡ് സമ്മതിക്കുന്നു. ഇങ്ങനെ ഈ കിടന്ന് തട്ടിക്കളിയാണ്. എന്തിനാണ് ഈ തട്ടിക്കളി എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അയ്യോ എന്തോ. ഇപ്പം പിന്നെ നമ്മളിപ്പോൾ ഡിഫൻസ് എന്ന് പറയുമ്പം മിഡ്ഫീൽഡ് എന്ന് പറയും, ഡിഫൻസീവ് ഞാൻ പറഞ്ഞല്ലോ, മഗ്യോറുണ്ട്, ഡെലിറ്റ് ഉണ്ട്, പിന്നെ മാർട്ടിനസ് ഉണ്ട്, യോറോ ഉണ്ട്, ഹെവൻ ഉണ്ട്. ഇറ്റ്സ് ഓക്കെ, ആക്ച്വലി ഇറ്റ്സ് ഓക്കെ ഡിഫൻസ്. നമ്മുടെ ഗോൾ കീപ്പർ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് നമ്മൾ സെല്ല് ഔട്ട് ചെയ്തേ പറ്റൂ. പിന്നെ അതറിയത്തില്ല നടക്കോ ഇല്ല. അതങ്ങനെ മിഡ്ഫീൽഡിലും ഡിഫൻസീവ് ഓക്കെയാണ്. പക്ഷേ ഇനി എന്നായിരുന്നു മിഡ്ഫീൽഡിലാണെങ്കിലും ഓക്കെ പ്ലേയേഴ്സ് ആണ്. ലൈക്ക് ഇറ്റ്സ് എന്നായിരുന്നു ടോപ്പ് 6 മിക്ക ക്ലബിലും ഇവർക്ക് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ടോപ്പ് 6 ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് ആണ് മിക്കവരും. പിന്നെ ടോപ്പ് 6 ക്ലബ്സിന് കളിപ്പിക്കുമ്പോൾ കശ്മീരോ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു കശ്മീർ ഈ സീസൺ ഒരു വണ്ടർ നടത്തുമെന്ന് തോന്നുന്നു. കശ്മീർ എനിക്ക് തോന്നുന്നു ഈ സീസണും അടുത്ത സീസണും കോൺട്രാക്റ്റ് ഉണ്ട്. ഹി വിൽ റൺ ദ കോൺട്രാക്ട് റൺ ചെയ്ത് കളയും. കോൺട്രാക്ട് തീരുന്നവരെ യുണൈറ്റഡിൽ നിൽക്കാനായിരിക്കും പ്ലാൻ. എന്ത് ഹേറ്റ് വന്നാലും ഫോർ മീ കശ്മീർ ഈസ് എ ഗുഡ് അഡീഷൻ ടു ദ ക്ലബ്. ഞാൻ എന്തൊക്കെ എനിക്ക് ഞാൻ കശ്മീരോട് വലിയ ഫാനൊന്നും അല്ലെങ്കിൽ കശ്മീരിന് ഇഷ്ടമൊക്കെയാണ്. ബട്ട് ഈവൻ ഏജൻറ്റ് ഇത് വന്നാലും പക്ഷേ ഞാൻ പറയുന്ന കശ്മീരോ ഈസ് എ ഗുഡ്, ആക്ച്വലി എ ഗുഡ് അഡീഷൻ ടു ദ ക്ലബ്. കാരണം കശ്മീരോടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. എന്തൊക്കെ പറയാം, 5 UEFA ചാമ്പ്യൻസ് ലീഗ് അടിച്ച ഒരു ക്ലബിൻ്റെ കൂടെ കളിച്ചൊരു പ്ലെയറാണ്. അപ്പം അതിൻ്റേതായ ഒരു ഭംഗിയല്ല, അതിൻ്റേതായ ഒരു ഇത് കശ്മീരോയ്ക്കുണ്ട്. കശ്മീരോയ്ക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട്. കശ്മീർ ക്യാൻ
എനിക്ക് തോന്നുന്നത് കസമീറോ വിൽ ബി ലൈക്ക് ദാറ്റ് പ്ലെയർ ഹു വിൽ കം ഇൻ ലാസ്റ്റ് 30 minutes ആൻഡ് ഗിവ് വണ്ടേഴ്സ്. എനിക്ക് അങ്ങനെ ആയിരിക്കും കസമീറോനെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഉഗാട്ടയും ബ്രൂണോ ആയിരിക്കും ഡിഫെൻസീവ് സൈഡ്, അല്ലെങ്കിൽ ഡീപ്പ് ലോ ഇതിലോട്ട് പോകുന്നത്. പിന്നെ നമ്മളെപ്പോഴും മറന്നു പോകുന്ന ഇപ്പോൾ പ്ലെയർ ഉണ്ട്, കോബിമേനു എനിക്ക് കോൺട്രാക്ട് റിന്യൂ ചെയ്തു. പക്ഷേ കോബിമേനുവിൻ്റെ സ്പേസ് ഇവിടെ എവിടാന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ശരിക്കും നമ്പർ 10 അപ്ഗ്രേഡ് ചെയ്യുമായിരിക്കും കോബിമേനുവിന്. അതൊരു നല്ല ഓപ്ഷനാണ്. കോബിമേനു ഫൈനൽ തേർഡ് ഭയങ്കര അടിപൊളിയാണ്, നന്നായിട്ട് കളിക്കുന്നുണ്ട് ഫൈനൽ തേർഡ്. അപ്പോൾ കോബിമേനുയുടെ ആ ഒരു വൺ ടച്ച് പാസും പാസ് ആൻഡ് മൂവ് ഭയങ്കര അടിപൊളിയാണ് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ. ഇഫ് വി ക്യാൻ പുൾ ഔട്ട് എ ഗുഡ് നമ്പർ 10 കോബിമേനു ഇൻ ദിസ് സീസൺ, ദെൻ വി ആർ ഫിഗർഡ് ഔട്ട് അവർ അറ്റാക്ക് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഫോർവേഡിലോട്ട് വരുമ്പോൾ സെർസ്കിയുണ്ട്. സെർസിയും റാസ്മസും രണ്ട് പ്രൊഫൈലുള്ള പ്ലെയേഴ്സാണ്. സെർസി ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് സമ്മൺ ഹു ക്രിയേറ്റ്, അതായത് ഗബ്രിയൽ യൂസൂസിനെ പോലെ ഒരു പെപ് ഗാർഡിയോള ടച്ച് സെർസിക്കുണ്ട്. സെർസി ഈസ് നോട്ട് അബൌട്ട് ഫിനിഷിങ്, ഈസ് അബൌട്ട് ഗിവിങ് എ ഫൈനൽ ടച്ച് ടു ദ ബോൾ ബിഫോർ ഫിനിഷ്. അങ്ങനെയാണ് പൊതുവെ കളിക്കുന്നത്, സെർസി കളിക്കുന്നത്. പിന്നെ ചിബോ മാർട്ടിനെ ഇന്ന് ഈ സീസൺ തൊട്ട് ടീമിലോട്ട് മെയിനിലോട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് എനിക്ക് പുള്ളിയുടെ ഗെയിം കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ആയെന്ന്. ബട്ട് ഹീസ് എ ഗുഡ് പ്ലെയർ, നല്ല പ്ലെയറാണ്. ഇപ്പം ഗ്രീൻവുഡ് പോലെ എന്നായിരുന്നു, ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ല. ഗ്രീൻവുഡ് വാസ് ലൈക്ക് വന്നു വെച്ചു കത്തിച്ചു, ഇത്രേ ഉള്ളൂ. ഗ്രീൻവുഡിന് ആ ഒരു ഇൻബോൺ ടാലൻ്റ് ഉണ്ട്. ഞാനൊരു ഗ്രീൻവുഡ് ഫാനാണ്. ഇപ്പം എന്നോട് ചോദിക്കുകയാണ് നമുക്കൊരു സ്ട്രൈക്കറിനെ വേണമെന്ന്. ഞാൻ ആക്ച്വലി പറയുന്നതേ ഉള്ളൂ, ബ്രിങ് ബാക്ക് ഗ്രീൻവുഡ്, ട്രിഗർ ദ ബൈ ബാക്ക് ക്ലോസ്. എന്തിന്